ഹലോ ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അബീനിട്ട് പൊരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് ദേവയാനി പറയുന്നുണ്ട്, നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളാണ് എനിക്ക് കരൾ തന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ 50 ലക്ഷം എടുത്ത് കൊടുക്കുമെന്ന് വിചാരിച്ചോ? എനിക്ക് ഏറെ ദേഷ്യം വന്നത് ഇതിൽ ആദർശനെയും കൂടി കുറ്റപ്പെടുത്തിയിട്ടാണ്, പെടുത്തുമ്പോഴാണെന്ന് പറയും. കാരണം 50 ലക്ഷം ആദർശേട്ടൻ പിന്നെ മാറ്റിയിട്ട് ആളെ കാണിച്ചു കൊടുക്കാതിരിക്കുക എന്നാണ് അവൻ പറഞ്ഞത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. പിന്നെ എല്ലാം അന്വേഷിക്കേണ്ടതൊന്നും ഞാൻ കാശ് കൊടുക്കില്ല എന്ന് എനിക്ക് അറിയില്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അതിലൊരു ഇനി നേരാവുക അബി, നിന്നെ വെറും ഒരു എംപ്ലോയി ആക്കിയതിൻ്റെ കാരണം ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അപ്പോൾ അങ്ങനെ അമ്മായി എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ സത്യം, എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ നവ്യം പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻ്റെ കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റിൽ വളരുന്നത് എന്ന് പറയും. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറെ സങ്കടം എന്നിങ്ങനെ നവ്യ പറയാണ് കേട്ടോ. അപ്പോൾ പറയും, മുത്തശ്ശി പറയും, ആദർശിനെ കണ്ടിട്ടാണ് നീയും ആദർശിനെ കണ്ടല്ലേ വളർന്നത്, പക്ഷെ അനി ആദർശിനെ അങ്ങനെ പകർത്തി. നീ എന്താ ചെയ്തത്? നീ നിൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വളർന്നത്, നിൻ്റെ അമ്മ ഉപദേശിക്കുന്ന പോലെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ജലജ പറയും, ഞാനിതിലൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്, ഞാനിതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. നീ തെറ്റ് ചെയ്തു, നീ ഓരോ പ്രാവശ്യം അവൻ ഓരോന്ന് ചെയ്തു വരുമ്പോൾ നീ അവനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്, നീ അവനെ തിരുത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ശരിക്കും നിന്നെ ഇന്ന് ഇവിടുന്ന് അടിച്ചിറക്കേണ്ടതാണ് ഞാൻ, പക്ഷേ മുത്തശ്ശൻ ഇവിടെ അല്ലാതെ പോയത് നിൻ്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് അവനങ്ങനെ എന്നിട്ട് നവ്യ ദേഷ്യം പിടിച്ചിട്ട് നവ്യ അങ്ങനെ കയറിപ്പോകും കേട്ടോ. അതിൻ്റെ പിന്നാലെ ആബിയും പോവും. അതിൽ പറയും, അപ്പോൾ അജയൻ വിളിച്ചിട്ട് പറയും, ഇനി മേലാൽ ഇങ്ങനത്തെ ഓരോ പരിപാടിയും കൊണ്ട് വന്നേക്കരുത് നീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ തലയും താഴ്ത്തി അങ്ങോട്ട് പോവാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എന്നെയാണ് പിന്നെ കുറ്റം പറയണമെന്നൊക്കെ അങ്ങനെ പറയും ജലജ. അപ്പോൾ പറയും, നിന്നെ തന്നെയാണ് പറയേണ്ടത്, നീയും ഇതിൽ കുറേ പിന്നെ കാരണമുണ്ട്. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അമ്മമാർ തന്നെയാണ്, അങ്ങോട്ട് നീയും ഇതിൽ പെടും എന്നൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ എല്ലാവരും അങ്ങനെ ആ സഭ അങ്ങനെ പിരിയും. പിന്നെ കാണുന്നത് നമ്മളുടെ നന്ദു വരുന്നതാണ്. നന്ദു വരുമ്പോൾ നവ്യ പോയി വാതിൽ ഉറക്കുന്നുണ്ടാണ്. അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യണം. ഭയങ്കര സ്നേഹപ്രകടന അനിയത്തിയും ചേച്ചിയും തമ്മിൽ. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് പറയും, ഓ നിന്നോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞത്, നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എൻ്റെ മരുമകൾക്ക് അനാമിക അവളെ നീ ഇങ്ങോട്ട് വരുന്നതേ ഇഷ്ടമല്ല, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പറയും. അപ്പോൾ അടുത്ത വഴിക്ക് നവ്യ പറയും, അവൾ നിങ്ങൾ അനാമികയെ കാണാനല്ല വന്നത്, എൻ്റെ നയനേനെയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ നിങ്ങളാരാണ്? നന്ദു ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവകാശം? അവളുടെ 2 ചേച്ചിമാർ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളെ കാണാനാണ് വരുന്നത്, അല്ലാണ്ട് നിങ്ങളെ കാണാനല്ല വരുന്നത് പറയും. ഇവള് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പ്രശ്നമാണ് എന്ന് പറയും. അങ്ങനെ നവ്യ അതിനൊക്കെ നല്ല മറുപടിയും കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരികയാണേ. ദേവയാനി വരുന്ന സമയത്ത് അപ്പോൾ എന്താ ചോദിച്ചിട്ട് വരികയാണ്. അപ്പോൾ അമ്മായി, നന്ദു ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ നയന ഇവിടെ അല്ല, നയന ഓഫീസിൽ പോയതാണ്. അതറിയാം അവൾക്ക്, ജാനകി പറയും, അതറിയാം അവൾക്ക്, എന്നാൽ പിന്നെ അവൾക്ക് ഓഫീസിൽ പോയിട്ടാണ്ട് കണ്ടാൽ പോരെ. അത് എന്നിട്ട് അപ്പോൾ ഓരോ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയുക. നീ വെറുതെ ഇരിക്കും ജാനകി, എന്തിനാ വന്ന് പറയുമ്പോൾ അവൾ പറയും, എൻ്റെ അതല്ല, എനിക്ക് പിന്നെ SI സെലക്ഷൻ കിട്ടി, ലിസ്റ്റിൽ ഞാനുണ്ട് എന്ന് പറയും. ആണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷവും കെട്ടിപ്പിടുത്തും. അപ്പോൾ നമ്മുടെ ദേവേനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ദേവേനി ഇങ്ങനെ ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്നായി ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും. എന്ത് നന്നാവുണ്ട്, പെൺകുട്ടികളൊന്നും ഈ ഇതിൽ പോണതൊന്നും എനിക്കിഷ്ടമല്ല അറിയാം. അപ്പോൾ പറയും, നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ അവൾ തിരഞ്ഞെടുത്ത് പറയുമ്പോൾ നവ്യം പറയും, അതെ നീ ഒരുപാട് ആഗ്രഹിച്ച ജോലിയല്ലേ മോളെ, നന്നായി ഉള്ളൂ, ഇനിയൊക്കെ ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയുക, എന്ത് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോഴേക്കും അനിയും അനാമികയും കൂടി അവർ വന്നു, ഇനിയിപ്പോൾ ഇവളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് മതി അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിക്കും. ഇപ്പോൾ അവളുടെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, അതുപോലെ തന്നെ ഞങ്ങളുടെ അനിയത്തി എൻ്റെ കുടുംബം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ അടിച്ച് വിടുന്നുണ്ട്. അപ്പോഴേക്കും ഇങ്ങോട്ട് വരുമ്പോൾ നന്ദുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും. അതിൻ്റെ പിന്നാലെ മറ്റാളും വരുമ്പോൾ നന്ദുവിനെ കാണുമ്പോഴേക്കും, നിന്നോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞില്ലേ, നീ ഓരോ കാരണങ്ങളുണ്ടാക്കി ഇങ്ങോട്ട് വരികയാണ്, ഇതാണെന്നൊക്കെ പറയാം. അതിനൊക്കെ നമ്മളുടെ നവ്യ നല്ല മറുപടി കൊടുക്കും. പക്ഷേ നന്ദു ഒന്നും മിണ്ടില്ല കേട്ടോ. നന്ദു മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും, എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നടക്കണം, അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അല്ല
അനിയോടായിട്ട് പറയും SI സെലക്ഷൻ കിട്ടി അറിയുമ്പോൾ ഇവളൊന്നും ഞെട്ടും. ആര്? അനാമിക. ഇനി കാരണം ഇവളുടെ എന്നിട്ട് വന്ന് അവൾക്ക് എന്നെ കളക്ക് സുഖപ്പെടുത്താനെന്നൊക്കെ പറയുന്നുണ്ട് അനിയോട്. അതിൽ പറയും പിന്നെ വലിയ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പദവിയല്ലേ കിട്ടുന്നത് എന്ന് പറയും. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിൽ ഞങ്ങൾക്കത് വലിയ കാര്യമാണ് മോളെ. നീ എപ്പോഴും നന്ദുവിനോട് പറയും നവ്യ, നീ ഇനിയും ടെസ്റ്റുകൾ എഴുതി പാസ്സായി വരണം, കാരണം വലിയ പദവിയിലെത്തണം, നമ്മളെ എല്ലാവർക്കും ഒരു പുച്ഛാണ്, അത് മാറ്റിയെടുക്കണം എന്നൊക്കെ നവ്യ അങ്ങനെ പറയും. അപ്പോൾ നന്ദു ഇങ്ങനെ ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ ചാടി കളിച്ച് തുള്ളിയിട്ട് അനാമിക കുറേ പറയും, പക്ഷെ ആരും ഒന്നും മിണ്ടില്ല. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമാവണില്ല ഇവൾ ഈ പറയേണ്ടതൊന്നും. അത് കഴിഞ്ഞിട്ട് അവളങ്ങോട്ട് കയറിപ്പോവും അകത്തേക്ക്. അപ്പോൾ പറയും കയറിപ്പോടാ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ജാനകി അനീനെ ചീത്ത പറയും. അപ്പോൾ അനി പറയും, അനി ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദുവിന് ഇഷ്ടപ്പെട്ട പ്രൊഫഷണലാണല്ലോ കിട്ടിയത്, നന്നായി ഉള്ളൂ, നല്ലത് വരും എന്നൊക്കെ ഇങ്ങനെ പറയണം. അതൊന്നും ഇഷ്ടപ്പെടുന്നത് തലയ്ക്കാൻ മരുമകൾക്കും. അത് കഴിഞ്ഞിട്ട് കയറിപ്പോടാ, നീ എന്താടാ അവിടെ വായി പൊളിച്ചോണ്ട് നിൽക്കുന്നത്, മോള് പോയത് കണ്ടില്ലേ എന്ന് പറയും. എന്നിട്ട് പാവ അതിനെ ആട്ടി വിടും. അപ്പോൾ അവനങ്ങനെ ഇവളുടെ പിന്നാലെ അവനോട് പോകും കേട്ടോ. അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നീ ഇരിക്കുകയെന്ന് പറയും. അപ്പോൾ എന്തിരിക്കുന്നത്, പോകാൻ നോക്കുക ഇവിടുന്ന് വേഗം, ഇവിടെ വന്നിരുന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സമാധാനം കൂടെ കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങോട്ട് എന്താ പറയുക, എന്തൊക്കെയോ പറയണം. അപ്പോൾ പറയും, നീ ഒന്ന് വെറുതെ ഇരിക്കും ജാനകി, നീ എന്തായാലും പറഞ്ഞ് പിന്നെ നന്ദു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മരുമകൾക്ക് അത് മതി, അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ അവളൊന്നും ഒരു വെള്ളം പോലും കുടിക്കാണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് പ്രശ്നമാവും, അതുകൊണ്ട് നീ ഒന്ന് വെറുതെ ഇരിക്കേ എന്ന് പറയും. അപ്പോൾ നന്ദു പറയും, വേണ്ട ആൻറ്റി, ഞാൻ പോവാം, ഞാൻ ചേച്ചിമാരെ കാണാൻ വന്നതാണ്, ഞാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അത് പറ്റില്ല, നീ ഒന്നും കഴിക്കാണ്ട് പോകണ്ട മോളെ, ഇരിക്ക്, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്നറിയാം. അപ്പോൾ നവ്യം പറയും, നീ എന്തിനാ പോകുന്നത്, നീ ഇങ്ങോട്ട് പോ, നമുക്കിവിടെ ഇരുന്ന് വർത്താനം പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് വിളിച്ചു. അങ്ങനെ ഉമ്മർ തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കും കേട്ടോ. പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ കൂടെ പഠിച്ചൊരു കുട്ടി കൂടി ഉണ്ട്, അവനും കിട്ടിയെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ മോളിൽ എന്താ പറയുക, യുദ്ധകാണ്ഡം, അനാമികയും അനിയും തമ്മിൽ. അപ്പോൾ പറയാം, നിനക്ക് നിൻ്റെ ഒരു സന്തോഷം കാണണം, നിനക്ക് എന്താ സന്തോഷം എന്നറിയോ അവളെ കണ്ടിട്ട്, പിന്നെ എന്താണ് ഇനിയിപ്പോൾ അവൾക്ക് എന്തും ചെയ്യാലോ, അവൾക്ക് പോലീസായില്ലേ, നീ അവൾക്ക് എന്തും ചെയ്യും, നീ എന്നെ കള്ളക്കേസ് കൊടുക്കാൻ നടക്കുമോ അവളെന്നറിയും, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊടുക്കും, അവളുടെ സ്വഭാവം അതാണ്, 4-5 ആൾക്കാരെ അടിച്ചിട്ടിട്ടുള്ളതാണ് നന്ദു, എനിക്കറിയാം, നീ കണ്ടിട്ടുള്ളതല്ലേ, എനിക്കും അറിയാതെ, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിടിക്കന്നെ ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെങ്ങാതീനെ ഇട്ടിട്ട് അങ്ങോട്ട് വശം കിടത്തി കളയാനീനെ. അപ്പോൾ അവനും കൊടുക്കുന്നുണ്ട് മറുപടി. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ അവളെ സ്ഥാനത്ത് എൻ്റെ സ്ഥാനത്ത് അവളെ കൊടുന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, നിനക്ക് ഇപ്പോൾ ജോലിയായില്ലേ, അത് ഇതെന്നും പറഞ്ഞിട്ട് അങ്ങനെ യുദ്ധമാണ്. അപ്പോൾ പറയും, പിന്നെ എനിക്ക് നിന്നോട് ഒരു താല്പര്യമില്ല. അപ്പോൾ അനി പറയും, എനിക്കും നിന്നോട് ഒരു താല്പര്യമില്ല, നീയും നിൻ്റെ വീട്ടുകാരും കൂടെ അല്ലേ എൻ്റെ പിറകെ നടന്നിരുന്നത്, അല്ലാണ്ട് ഞാൻ നിൻ്റെ പിറകെ നടന്നിട്ടില്ലല്ലോ, നിങ്ങൾക്കാണ് ഇവിടെ കയറിക്കൂടാൻ വലിയ ആഗ്രഹം, അത് എന്തോ ദുരുദ്ദേശത്തിലാണെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു, അതിനെ എൻ്റെ മുത്തശ്ശനെ പിന്നെ സ്വാധീനിക്കുകയും ചെയ്തിട്ട് നിങ്ങളല്ലേ നടന്നിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട്, നീ ഒരു ആയിക്കോട്ടെ, കിഴങ്ങനാണെങ്കിൽ നീ നിൻ്റെ പാട് നോക്കിപ്പോ, നീ എന്തിനാ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് അനി പറയും. നീ അങ്ങനെയാ, നീ ഇങ്ങനെ എന്നൊക്കെ പറയാം, എന്നൊക്കെ അനി പറയും, ആയിക്കോട്ടെ, നീ നിൻ്റെ പാട് നോക്കിപ്പോയിക്കോ, നീ എൻ്റെ കൂടെ നിൽക്കണ്ടായിരുന്നു, എനിക്ക് ഇതിനെ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും അനിയുടെ നെല്ലിപ്പടി കാണുകയാണ് ആ പയ്യൻ. അത്രയ്ക്ക് അവൻ ഇട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് നമ്മുടെ ദേവയാനി വേഗം ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നന്ദുവിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടും ചാടിത്തുള്ളിയും കൊണ്ട് വരും. അപ്പോൾ എടുത്തി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്, അവൾക്കതൊന്നും കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്, അവിടെ വിളിച്ചിരുത്തിയതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയും. നീ അങ്ങനെയൊന്നും പറയല്ലേ ജാനകി, എൻ്റെ മരുമകളുടെ അനിയത്തി, അവർ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഒരു കാര്യം, 3 പെൺകുട്ടികൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ദിവസവും വരണം ഇവിടെ, ഇവരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതാണ്. നമ്മളൊക്കെ പേടിച്ചിട്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് വരാത്തത്. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് അവളൊരു നല്ല കാര്യം പറയും, വെറുതെ വന്നതല്ലല്ലോ, അവളൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൂടെ എന്നറിയും. അതെങ്ങനെ പറഞ്ഞിട്ട് പോവാം, വരുമ്പോൾ നമ്മൾക്കും സന്തോഷമല്ലേ, നമുക്ക് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അതിനാണ് നീ ഇതൊന്നും ചെയ്യാൻ വേണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയും. എന്നാലും എൻ്റെ മരുമകളെ കഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ അങ്ങനെ ജാനകി ഇങ്ങനെ പറയാൻ കേട്ടോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അവളെ നമുക്ക് സ്നേഹിച്ചേ പറ്റുള്ളൂ, അങ്ങനെ എന്നൊക്കെ അങ്ങനെ പറയാണ് നമ്മളെ ദേവയാനി. എന്തായാലും കുറേ കാര്യത്തിൽ ദേവയാനിക്ക് മാറ്റം വന്നിട്ടുണ്ട്.
അത് നയനയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ജാനകി പോവാണ്. പിന്നെ കാണിക്കുന്നുണ്ട് നമ്മളുടെ ആദർശും നയനയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ്. പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ പറയും നമുക്ക് പോകണ്ടേ, പിന്നെ ഒരു കാര്യം കേട്ടോ, ഒന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോകും കേട്ടോ, ഞാനും നവ്യേച്ചിയും കൂടെ പോണത്, പിന്നെ മോൾക്ക് പിന്നെ എന്താണ് ഒരു കേക്കും വാങ്ങിയിട്ട് വേണം പോകാൻ, സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും എന്താ പിന്നെ എനിക്ക് വരണേ, ഞാനും വരും എന്നറിയാം ആദർശ് കേട്ടോ. അപ്പോൾ പറയും നന്നായി, അവളുടെ ഇത് എനിക്കറിയാം, അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെയാണ് തിരഞ്ഞെടുത്തത്, കാരണം 4-5 ആൾക്കാരെയൊക്കെ അടിച്ച് വീഴ്ത്തി ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശനും നയനയും കൂടി പറയും നമുക്ക് എന്തായാലും പോവാം, അമ്മയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയേ. അത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാൻ ലേറ്റ് ആവണ്ട എന്നിങ്ങനെ പറയും നയനയും ആദർശം കൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായി, അവളുടെ ജോലി അവളുടെ ഇഷ്ടം പോലെ തന്നെ കിട്ടിയല്ലോ, നന്നായി ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയണം. അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ആ ഇതിൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ നയനോട് എന്താണ് പറയുന്നുണ്ട്, ദേവയാനി പറയുന്നുണ്ട് ഇതിൽ, കാരണം എനിക്ക് ഈ കരൾ തന്നത് ആരായാലും അത് ആ ഒരു നല്ലൊരു പെൺകുട്ടിയാവുമല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോവും ആരാ തന്നതെന്ന് വെച്ചാൽ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ എന്തായാലും ഇവളാവില്ല, നയന നിൽക്കുകയാണ് പറയുന്നത്, ഇവളാവില്ല അത് എനിക്ക് തരിക, അവൾക്ക് അങ്ങനെയുള്ള മനസ്സൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദർശും ജേട്ടനും എന്നോട് പറയേണ്ടതല്ലേ, അവരത് പറഞ്ഞില്ലല്ലോ, അവരിപ്പോൾ മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ അത് കാരണം അവരല്ല, ഇവളല്ല എന്ന് പറയും. ഇപ്പോൾ ആണെങ്കിലോ ദേവയാനിന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്, എല്ലാവരും അമ്മയ്ക്ക് എന്താ അങ്ങനെ ഒരിക്കലും നടക്കില്ല, കാക്ക മലർന്ന് പറക്കേണ്ടി വരും, അല്ലാണ്ട് ഇതൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു ഡയലോഗ് ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും കൂടെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോഴേ ജയൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞില്ലേ ദേവയാനോട് ഇത് പറയണം എന്നുള്ളത്, ഇപ്പോൾ പറഞ്ഞാലും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ എന്നിങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കി സംഭവങ്ങൾ. അപ്പോൾ നമ്മളുടെ അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് നവ്യയും നയനയും കൂടെ ചെല്ലിയാണ് വീട്ടിലേക്ക്, അതായത് നന്ദുവിനെയും അവരുടെ വീട്ടിലേക്ക് ചെല്ലിയാണ്. അപ്പോൾ പെട്ടെന്ന് രണ്ടാളും കയറി ചെല്ലുമ്പോൾ കനകയും നന്ദും കൂടെ വരികയാണ്. അല്ല ആരായി വന്നിട്ടെന്ന് പറഞ്ഞിട്ട് വേഗം വരികയാണ്. അപ്പോൾ വേഗം മോളെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നയന നമ്മുടെ നന്ദുവിന് കൈയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ നവ്യറുണ്ട് എന്നെയും കെട്ടിപ്പിടിക്കണം എന്നറിയും. അങ്ങനെ നവ്യനെയും കെട്ടിപ്പിടിക്കുക, അയ്യോ കുഞ്ഞുവാവ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവർ എല്ലാവരുടെയും സ്നേഹമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും മോളുടെ ഇഷ്ടപ്രദമായി നടന്നല്ലോ. കുറച്ച് കഴിയുമ്പോഴേക്കും ആദർശേട്ടനും വരും ഇങ്ങോട്ട്. അല്ല എവിടെ നമ്മുടെ ശില്പി എന്ന് വയ്ക്കും നവ്യ. പറയും ശില്പി പോയിരിക്കുക കടയിൽ, അവിടെ പിള്ളേർക്ക് മധുരം കൊടുക്കാൻ വേണ്ടി പോയിരിക്കുക, അപ്പോൾ വരും എന്ന് പറയും. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അറിയാം എന്തായാലും മോളുടെ ഇഷ്ടപ്രകാരം ആണല്ലോ നടന്നത് അറിയാം. അപ്പോൾ പറയും എനിക്ക് എന്താണ് അമ്മയ്ക്ക് വലിയ ആഗ്രഹം, വലിയ പിന്നെ പണക്കാരെ കാണുമ്പോൾ അല്ല നവ്യരൊന്ന് കളിയാക്കും കനക. അപ്പം അങ്ങനെ പറയും എന്താണ് ഇങ്ങനെ ഇതായിട്ട്, അതായത് കുറേ കാശുള്ള ആൾക്കാരെ കെട്ടണമെന്നായിരുന്നല്ലോ അവരുടെ ആഗ്രഹം. അങ്ങനെ നവ്യനെ കളിയാക്കുമ്പോൾ നവ്യ അതേ നാണയത്തിൽ കനകേനെ കളിയാക്കുന്നിട്ട്. അപ്പോൾ അമ്മയും മോശമൊന്നുമല്ല, അമ്പലത്തിൽ വരുന്നത് അമ്മ പ്രാർത്ഥിക്കാനൊന്നായിരുന്നില്ല, വലിയ വില കൂടിയ കാറിൽ വരുന്നവരെ നോക്കാനല്ലേ അമ്മ വന്നിരുന്നത്, അങ്ങോട്ട് ഞങ്ങളെ കെട്ടിക്കാൻ വേണ്ടി അങ്ങനെയല്ലേ നോക്കിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഓ നിർത്തുമോളെ അതൊക്കെ കഴിഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, ഇപ്പോഴാണ് എനിക്ക് സമാധാനം ഇത് പറയുമ്പോൾ നവ്യം പറയും അതെ അമ്മ എനിക്കാണ് ഇപ്പോഴാണ് സമാധാനം ഇത്, ആ വീട്ടുകാരെ എന്നെ മാറ്റി അനന്തപുരിക്കാർ അവർ വളരെ നല്ല മനുഷ്യരാണ്, പിന്നെ എൻ്റെ അനിയത്തിമാരും ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിൽ അങ്ങനെ ഇതാക്കുകയൊക്കെ ചെയ്യുകയാണേ. അപ്പോൾ പറയും എനിക്ക് നീ SI ആയിട്ട് വന്നിട്ട് വേണം എനിക്ക് 2 ആൾക്കാരോട് പകരം ചോദിക്കാൻ എന്നിങ്ങനെ നമ്മളെ നവ്യ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതാരാ മോളെ എന്ന് വയ്ക്കും കനക. അവരെല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിട്ടോ, വേറെ ആരുമില്ല, ഒന്ന് എൻ്റെ അമ്മായിയമ്മ, ഒന്ന് എൻ്റെ ഭർത്താവ്, അവരെ രണ്ടാളോടും എനിക്കൊന്ന് പകരം ചോദിക്കണം, അവരോട് രണ്ടാളോടും ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോണ ഇത് രംഗങ്ങൾ നല്ല രസമാണ്. ഇന്നത്തെ എന്തായാലും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്, നല്ല നമുക്ക് കാണുന്നവർക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ പത്തരമാറ്റിലായത് കൊണ്ട് ആരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ ഈ രാധാസ് ഫാമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്ത് എന്നെ എൻ്റെ അനിയത്തിക്കുട്ടി ഒന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യുക. അവൾക്ക് നമ്മളെപ്പോലെ സംസാരിക്കാനൊന്നും പറ്റില്ല, അവൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആർക്കും അറിയില്ല, അവളുടേത് ഭാഷയല്ല സംസാരിക്കുക, വാക്കുകളൊന്നും ശരിക്കും കിട്ടില്ല കേട്ടോ.
അപ്പോൾ അവൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞാഗ്രഹമുണ്ട് ഞങ്ങളുടെ മനസ്സിലൊരു കൊച്ചു വീട് എനിക്ക് എൻ്റെ അനിയത്തിക്കും. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഞങ്ങൾ. ഒന്നും ആയിട്ടില്ല. ഒരു രൂപ പോലും വീടിനെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലില്ല. എനിക്ക് 10 പൈസ ഇതൊന്ന് കിട്ടിയത് 1-2 പ്രാവശ്യം പൈസ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ വ്യൂവേഴ്സൊക്കെ കുറവായിരുന്നു. അമ്മ മരിച്ചതോടുകൂടി പിന്നെ കുറച്ച് നാൾ ഞാൻ ഇത് തൊട്ടതേ ഇല്ല. പിന്നെ വീഡിയോസ് എടുത്തത് അങ്ങനെ വലിയ റണ്ണിങ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് കഥ പറഞ്ഞിട്ടുള്ളത്. ഇതിലും കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാതും നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ മനുഷ്യരല്ലേ, നാക്കങ്ങടും ഇങ്ങോട്ടും മാറും, ഓർമ്മയുടെ പ്രശ്നങ്ങളുണ്ടാവും, പ്രായമായി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്